നോക്കുന്നുണ്ട്. പെട്ടെന്നത് വീണ്ടും മ്യാവും മ്യാവും. അപ്പം നായക്കുട്ടി ചോദിച്ചു, വേണ്ട, എന്നെ പറ്റിക്കാനായിരിക്കും. ആരായാലും എനിക്ക് കാണാനൊന്നും പറ്റുന്നില്ല, ആരാന്നറിയില്ലല്ലോ. അങ്ങനെ വീണ്ടും നായക്കുട്ടി അവിടെ തന്നെ ഇരുന്നു. അപ്പം നോക്കുകൊണ്ട് ആ ശബ്ദം കുറച്ചുകൂടെ അടുത്തുനിന്ന് കേൾക്കുന്നു. നായക്കുട്ടി വീണ്ടും കണ്ണടച്ച് അവിടെ ഇരുന്നു. പിന്നെ ഇതാ ശബ്ദം വളരെ അടുത്തുനിന്ന് കേൾക്കാണ്. അപ്പം നായക്കുട്ടി വെറുതെ തല ഉയർത്തി നോക്കുമ്പോൾ എന്താണ്, നായക്കുട്ടിയുടെ തലയുടെ മുകളിൽ, അതായത് ജനലിൻ്റെ അരികിലേ ഒരു പൂച്ച ഇരിക്കുന്നു. ആ, ഒരു ചാര നിറമുള്ള പൂച്ച. ആ പൂച്ച നായക്കുട്ടിനെ നോക്കി ചിരിച്ചുകൊണ്ട് മ്യാവ് മ്യാവ് എന്ന് പറയാ. നായക്കുട്ടി അത്ഭുതപ്പെട്ടു. പൂച്ചയോ? പൂച്ചയെ, നീയാണോ മ്യാവ് മ്യാവ് എന്ന് പറയുന്നത്? അപ്പോൾ പൂച്ച ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെല്ലോ, ഞാനാണ് മ്യാവ് മ്യാവ് എന്ന് പറയുന്നത്. അപ്പോൾ നായക്കുട്ടി ചോദിച്ചു, ഞാൻ നിന്നെ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ പൂച്ച പറഞ്ഞു, ഞാൻ നിന്നെ കാണുന്നുണ്ടായിരുന്നു. നീ പൂവൻകോഴിയുടെ അടുത്ത് പോകുമ്പോഴും ചുണ്ടലിയുടെ അടുത്ത് പോകുമ്പോഴും വലിയ നായയുടെ അടുത്ത് പോകുമ്പോഴൊക്കെ ഞാൻ നിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കാണുന്നുണ്ടായിരുന്നു നിന്നെ. അപ്പോൾ നായക്ക് ചിരി വന്നു. ശരി ശരി, നിൻ്റെ പേരെന്താ? അപ്പോൾ പൂച്ചക്കുട്ടി പറഞ്ഞു, എനിക്ക് പേരൊന്നുമില്ല, ഞാൻ പൂച്ച തന്നെയാണ്. പൂച്ചക്കുട്ടി, നിനക്കെന്നെ ഇഷ്ടമുള്ള പേര് വിളിച്ചോ. അങ്ങനെ അവർ ചങ്ങാതിമാരായി. അപ്പോൾ നായക്കുട്ടിയും കണ്ടുപിടിച്ചു, പൂച്ചയാണ് മ്യാവോ മ്യാവ് പറയുന്നത്. എന്നിട്ട് ഈ വിവരം നായക്കുട്ടി എന്തെന്നറിയോ, പൂവൻകോഴിനോടും വലിയ നായനോടും തേനീച്ചയോടും ഒക്കെ പോയി പറഞ്ഞു, ഞാനേ മ്യാവോ മ്യാവ് പറയുന്ന ആളെ കണ്ടെത്തി, ദാ എൻ്റെ ചങ്ങാതിയാണ്. എൻ്റെ പൂച്ചക്കുട്ടീനെയും കാണിച്ചു കൊടുത്തു, ദാ ഇവനാട്ടോ മ്യാവോ മ്യാവ് പറയുന്നത്, എൻ്റെ ചങ്ങാതിയാ പൂച്ചക്കുട്ടി. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും കൂട്ടുകാരായിട്ട് സന്തോഷത്തോടെ പോയി. ഇതാണ് കേട്ടോ ഇന്നത്തെ കഥ, ഒരു നായക്കുട്ടിയുടെയും പൂച്ചക്കുട്ടൻ്റെയും കഥ. അവരെങ്ങനെയാ ചങ്ങാതിമാരായെന്നുള്ള കഥ. പരസ്പരം അറിയാത്ത എവിടെയോ താമസിക്കുന്ന രണ്ടാൾക്കാരാണ് നായക്കുട്ടിയും പൂച്ചക്കുട്ടിയും. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അവരൊരിക്കൽ കണ്ടുമുട്ടി ഉറ്റ സുഹൃത്തുക്കളെ മാറി. അതാണ് ഇന്നത്തെ നമ്മുടെ കഥ, നായക്കുട്ടിയും പൂച്ചക്കുട്ടിയും. ആരാണ് മ്യാവു പറഞ്ഞത്? അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ.